എല്ലാവർക്കും ഒരിക്കൽ കൂടി അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. മുടി വളരാൻ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ? ഈ ദോഷവശങ്ങൾ അറിഞ്ഞു വെച്ചോളൂ. മുടി വളരാൻ ഇന്ന് പലരും റോസ്മേരി വാട്ടർ ഉപയോഗിക്കാറുണ്ട്. പതിവായി കുറച്ച് റോസ്മേരി വാട്ടർ തലയോട്ടി സ്പ്രേ ചെയ്ത് കൊടുത്താൽ സാവധാനത്തിൽ മുടി വളരാൻ ഇത് സഹായിക്കും. മുടിക്ക് നല്ല ഉള്ളു വരാനും മുടി കൊഴിഞ്ഞു പോയ ഭാഗത്ത് പുതിയ മുടികൾ വരാനും ഇത് സഹായിക്കും. എന്നാൽ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നത് നിർത്തിയാൽ എന്താണ് സംഭവിക്കുക? എല്ലാവർക്കും എല്ലാ കാലവും റോസ്മേരി വാട്ടർ ഉപയോഗിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. ചിലർ നല്ല റിസൾട്ട് ലഭിച്ചു കഴിയുമ്പോൾ ഉപയോഗം സാവധാനത്തിൽ കുറയ്ക്കുന്നവരുമുണ്ട്. ചിലപ്പോൾ 3 നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനം സാവധാനത്തിൽ 1 നേരമാകും, പിന്നീട് ഉപയോഗം ഇല്ലാതെ തന്നെയാകും. എന്നാൽ ഇത്തരത്തിൽ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യത്തെ പണ്ടത്തേക്കാൾ കൂടുതൽ ദോഷകരമായി ബാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മുടിയുടെ വളർച്ചയെ 4 ഘട്ടങ്ങളാണ് തിരിച്ചിരിക്കുന്നത്. മുടി തലയോട്ടിയിൽ നിന്നും കിളിർത്തു വരുന്നതിന് മുമ്പുള്ള ഘട്ടത്തെ അനാജൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചർമ്മപാളികൾക്കിടയിൽ മുടി രൂപപ്പെടുന്നു. 2ാം ഘട്ടമാണ് കാറ്റാജിൻ. മുടിയുടെ ചർമ്മപാളിയിൽ നിന്നും പുറത്തേക്ക് കിളിർത്തു വരുന്നു. ഇതിന് ഏകദേശം 2 ആഴ്ചയോളം സമയമെടുക്കും. അടുത്തതാണ് ടെലോജിൻ. നമ്മൾ മുടി ചീകുമ്പോൾ മുടി കൊഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. അവസാന ഘട്ടമാണ് എക്സോജൻ. ഏതൊരു മുടിക്കും ഒരു കാലാവധിയുണ്ട്. അതിന്റെ ആയുസ് തീരുമ്പോൾ താനെ കൊഴിയും. ഈ അവസ്ഥ വരുന്നത് ഈ ഘട്ടത്തിലാണ്. റോസ്മേരി. ഇന്ന് മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് റോസ്മേരി. സത്യത്തിൽ പണ്ട് കാലത്ത് ആഹാരത്തിന് നല്ല സ്വാദവും മണവും ലഭിക്കുന്നതിനായി ചേർത്തിരുന്ന ഒരു ഇലയാണ് റോസ്മേരി. എന്നാൽ 2015 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ റോസ്മേരി മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണെന്നും ആൻഡ്രോജനിക് അലോപേഷ്യ മൂലം സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന കഷണ്ടിയും മുടി കൊഴിച്ചിലും കുറയ്ക്കാൻ നല്ലതാണെന്നും കണ്ടെത്തുകയുണ്ടായി. ഗുണങ്ങൾ: റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ തലയിൽ ഉപയോഗിക്കുന്നത് വഴി തലയിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിക്കുന്നു. ഇത് മുടി കൊഴിച്ചിൽ അകറ്റാനും മുടി നല്ലപോലെ വളരുന്നതിനും സഹായിക്കുന്നു. റോസ്മേരിയിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയെ വേരുകളിൽ നിന്നും ബലപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നല്ലതാണ്. തലയോട്ടിയെ ഹൈഡ്രേറ്റ് ചെയ്ത് നിലനിർത്താനും pH ലെവൽ ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. ദോഷവശങ്ങൾ: റോസ്മേരി ഉപയോഗിക്കുന്നത് മൂലം മുടിക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് എത്രത്തോളം ഫലപ്രദമാണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ മുടി കൊഴിച്ചിൽ വന്നാൽ കണ്ണടച്ച് റോസ്മേരി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിലവിൽ മുടിയുടെ ആരോഗ്യത്തിനായി റോസ്മേരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ വീണ്ടും മുടി കൊഴിച്ചിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കിളിർത്തു വന്ന മുടികൾ വീണ്ടും നഷ്ടമാകുന്നതിനും കഷണ്ടി പോലുള്ള പ്രശ്നങ്ങൾ വരുന്നതിനും ഇത് കാരണമായേക്കാം. ഇതുകൂടാതെ ചിലർക്ക് തലയിലും ചർമ്മത്തിലും അലർജി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചിലർക്ക് അമിതമായിട്ടുള്ള ചൊറിച്ചിൽ, തുമ്മൽ എന്നീ പ്രശ്നങ്ങളും വരാം. അതിനാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. കാരണം കണ്ടെത്തുക. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലവും എക്സിമ പോലുള്ള അസുഖങ്ങൾ മൂലവും മുടി കൊഴിയാം. ആയതിനാൽ ഡോക്ടറിനെ കണ്ട് മരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. റോസ്മേരി പോലുള്ള ഹെയർ കെയർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് നടത്തുന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ കണ്ട് ഇവ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇന്ന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിപണിയിലെ സാധ്യതകൾ മനസ്സിലാക്കി പല കോസ്മെറ്റിക് ബ്രാൻഡുകളും അവരവരുടേതായ റോസ്മേരി ഓയിൽ, റോസ്മേരി വാട്ടർ എന്നിവ വിപണിയിൽ എത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ ആരോഗ്യ മേഖല ഇതുവരെ റോസ്മേരി ഉപയോഗിച്ചാൽ മുടി വളരുമെന്ന് സ്ഥിരീകരിച്ചിട്ടേ ഇല്ല. 2015 നടത്തിയ പഠനത്തിൽ മുടി വളർച്ച കൂട്ടുന്ന മിനോക്സിഡിൽ എന്ന പദാർത്ഥത്തിന്റെ അതേ ഗുണം റോസ്മേരി ഓയിലും ഉള്ളതായി കണ്ടെത്തി. ഇതുപോലെ 2022 എലികളിലും ഗവേഷണം നടത്തിയിരുന്നു. എന്നാൽ മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനുമായി ആരോഗ്യ വിദഗ്ധർ ശുപാർശ ചെയ്യാറുള്ള മിനോക്സിഡിൽ പോലെ റോസ്മേരി നിർദ്ദേശിക്കാനാവില്ല. സാധാരണയായി ആയിരക്കണക്കിന് ആളുകളിൽ പരീക്ഷണം നടത്തി ഫലപ്രദമാണെന്നും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വിദഗ്ധർ മരുന്നുകൾ നിർദ്ദേശിക്കാറുള്ളത്. റോസ്മേരിക്ക് വിരലിലെണ്ണാവുന്ന തെളിവുകൾ മാത്രമാണ് ഉള്ളത്. ഈ കുഞ്ഞു വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.